ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കടുമാങ്ങൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാനിവിടെ മാങ്ങൻ്റെ അണ്ടി വെച്ചിട്ടാണ് കടുമാങ്ങ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10-12 മാങ്ങൻ്റെ അണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി, കടുക്, ഉലുവ ഇത്രയൊന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ്. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് വേകാനായിട്ട് വെക്കാം. അതിന് കൂടെ തന്നെ ഞാനൊരു കാര്യം മറന്നു പോയിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. സവാളയും തക്കാളിയും അതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഐറ്റംസും അതുപോലെ തന്നെ ആ ഒരു മാങ്ങൻ്റെ അണ്ടിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് വറവിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഞാൻ കടുകും കറിവേപ്പിലയും കൂടിയിട്ടൊന്ന് വറവിട്ടിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കടുമാങ്ങൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്